യാതൊരു വിധത്തിലെ വേദനകളോ വയലൻസോ ഇല്ലാത്ത രീതിയിൽ സീരിയൽ കില്ലിങ്സ് നടന്നിട്ടുണ്ട്. ഇവരുടെ ഉള്ളിലുള്ള ഒരു ക്രിമിനൽ ഇൻറ്റൻഷൻസോ അല്ലെങ്കിൽ ആ ഒരു സ്വഭാവമോ പുറത്ത് കാണിക്കുന്നത് ഇവരുടെ നിലനിൽപ്പിനോ ഇവരുടെ മെയിൻ ഇൻറ്റൻഷനോ ഒക്കെ വിരുദ്ധമായിട്ടുള്ള സംഗതിയാണ്. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശത്ത് നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ അവിടെ തന്നെ പല ടൈപ്പ് ഓഫ് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന കഥാപാത്രങ്ങൾ ആവശ്യമായിരുന്നു. എവിടെയോ വായിച്ചു വിനായകനെ കെട്ടി നിർത്തിയിട്ടാണ് അഭിനയിപ്പിച്ചതെന്ന്. അത് അദ്ദേഹം തന്നെ വെറുതെ ഇങ്ങനെ പറഞ്ഞതാണ്. നമ്മളിപ്പോൾ സീരിയൽ കില്ലിംഗ് ആണോ അല്ലയോ എന്ന് പോലും നമ്മൾ ഇത് ചെയ്തിട്ടില്ല. ഇച്ചിരി ഭീകരമായ രീതിയിൽ സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട്. Do you think there's a serial killer in each of us? ബാഡ് സോൾസിന്റെ എലമെന്റ്സ് എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം. എല്ലാവരും പല സന്ദർഭങ്ങളിലും പല മുഖംമൂടികൾ ഇടുന്നുണ്ട്. നമസ്കാരം. കളംകാവിൽ സിനിമയിലെ സംവിധായകനും തിരക്കഥാകൃത്തുമായ ജിതിൻ ജോസാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ജിതിൻ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. വാട്ട് വി നോ സോ ഫാർ അബൌട്ട് ദ മൂവി, അതായത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആക്ടേഴ്സ് ഓൺ എർത്ത്, മമ്മൂക്ക, ഹി ഹാസ് എ സിഗരറ്റ് ബിറ്റ്വീൻ ഹിസ് ലിപ്സ് ആൻഡ് അൻ ഇൻറ്റൻസ് ലുക്ക് ഇൻ ഹിസ് ഐസ്. ആ ട്രെയിലർ ഭയങ്കര ഒരു ക്യാപ്റ്റിവേറ്റിംഗ് മൊമെൻ്റ് ആയിരുന്നു അത്. ദർ ആർ 21 വിമൻ ഇൻ ദ ലവ്ലി ലേഡീസ് ഇൻ ദ മൂവി. 2 പാട്ട്, ഒന്ന് താങ്കൾ കമ്പോസ് ചെയ്തത്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മമ്മൂക്ക സെറ്റ് ടു പ്ലേ ആൻ ആൻറ്റഗണിസ്റ്റിക് റോൾ, അല്ലേ? എന്താണ് ഇതിൽ കൂടുതൽ പറയാൻ ഉള്ളത് സിനിമയെക്കുറിച്ച്? ഈ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാം നമ്മൾ ഒഫീഷ്യലി പറഞ്ഞതല്ല, ബട്ട് പിന്നെ നമ്മുടെ നാട്ടിലും നമ്മുടെ നാടിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് പല കാലഘട്ടങ്ങളായിട്ട് നടന്നിട്ടുള്ള പിന്നെ ചില സംഭവങ്ങളെയും അതേപോലെ അതിൽപ്പെട്ടതും അതിൽപ്പെടാത്തതുമായ വേറെ ചില കഥാപാത്രങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ച് എഴുതിയിട്ടുള്ള ഒരു തിരക്കഥയാണ് ഈ സിനിമയ്ക്ക് ആധാരമായിട്ടുള്ളത്. അപ്പം എൻ്റെ ഒരു ഫിക്ഷൻ തന്നെയാണ്, ഒരു ക്രൈം ഡ്രാമയുടെയും ക്രൈം ത്രില്ലറിൻ്റെയൊക്കെ ഒരു സ്വഭാവത്തിലുള്ള ഒരു സിനിമയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മമ്മൂക്കയുടെ കുറച്ച് വ്യത്യസ്തമായ എന്നാൽ കുറേ ഇൻട്രസ്റ്റിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിനുള്ള ഒരു പെർഫോമൻസും ഒക്കെ വരുന്നൊരു സിനിമയാണ്. പിന്നെ വേറൊരു രീതിയിൽ മ്യൂസിക്കിനും ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ എഡിറ്റിങ്ങിലും ഒക്കെ വരുന്ന അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് തിയേറ്റർ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. മമ്മൂക്കയുടെ പെർഫോമൻസ് തന്നെ ആയിരിക്കും ഇതിൽ ഹൈലൈറ്റ് എന്ന് വിശ്വസിക്കുന്നു. സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്തപ്പം ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടാവില്ലേ, വെൻ യു ഫെൽറ്റ് ഓക്കെ മമ്മൂക്ക ഈ മൂവി ചെയ്യും, ആ ഒരു മൊമെന്റ് എന്തായിരുന്നു? പിന്നെ ഒന്ന് പ്ലെയിൻലി നമ്മൾ അദ്ദേഹത്തിനോട് ആദ്യമായിട്ട് പോയി പറയുന്ന ഒരു ഫീലായിരുന്നില്ല പോയി പറഞ്ഞത്. നമ്മൾ 1-2 പേരുടെയൊക്കെ പേരോട് പറഞ്ഞ് അവർക്ക് താല്പര്യം തോന്നി, അതേ താല്പര്യം മമ്മൂക്കയിലോട്ടും എത്തി, അങ്ങനെയൊക്കെയാണ് പോയത്. അപ്പം ഒരു കൈൻഡ് ഓഫ് ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ സെറ്റായ ഒരു പ്രതീതിയിലാണ് അവിടെ പോയത്. അപ്പോൾ ഇത് പറഞ്ഞു തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ അദ്ദേഹം കഥാപാത്രത്തിനെ കുറിച്ചും കഥാഗതിയും കുറച്ച് നോൺ ലീനിയർ ഇതായിട്ടാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് എന്നാൽ ചെറിയ ചെറിയ നോൺ ലീനിയർ പരിപാടികൾ ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു കേൾവിയിൽ ഇടയ്ക്കിടയ്ക്ക് സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തരത്തിലാണ് ഇതിൻ്റെ ഒരു പോക്കും പരിപാടിയൊക്കെ. അപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം സംശയങ്ങൾ ചോദിക്കുകയും കഥാപാത്രത്തിനെ പറ്റിയൊക്കെ സംശയങ്ങളും ബാക്കി കാര്യങ്ങളും ചോദിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഏകദേശം താല്പര്യം ഉണ്ടെന്നുള്ള ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ടായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിനോട് അടുത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിൽ റീറൈറ്റ് നടത്തപ്പെട്ട ഒരു തിരക്കഥയായിരുന്നു. അങ്ങനെ ഒരു സംഗതി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെ എന്തുമാത്രം കണക്റ്റഡ് ആവും കഥാപാത്രത്തിൻ്റെ പരിപാടികളിൽ നമ്മൾ ചെയ്തിരിക്കുന്ന പരിപാടികൾ അദ്ദേഹത്തിന് എങ്ങനെ കണക്റ്റഡ് ആവും എന്നുള്ള ചില സംശയങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അത്ര നല്ല രീതിയിൽ കഥ പറയുന്ന ഒരു ആളല്ല, പക്ഷെ തിരക്കഥ ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ അങ്ങനെ ടൈം കിട്ടിയതുകൊണ്ട് തന്നെ പകുതി ഒരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലത്തെ അദ്ദേഹത്തിന് ഇൻവോൾവ്മെൻറ്റ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന മൊമെൻറ്റിൽ തന്നെ ഗ്രാജുവലി നമുക്ക് ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു മൊമെന്റ് എന്ന് പറയുന്നതിനേക്കാളും അതൊരു ഗ്രാജുവൽ റിയലൈസേഷൻ പോലെയാണ് സംഭവിച്ചത്. അതെ. ഒരു രസകരമായ ചോദ്യം ചോദിക്കട്ടെ. ആൽഫ്രഡ് ഹിച്ച്കോക്ക്, ക്രിയേറ്റർ ഓഫ് സൈക്കോ, അദ്ദേഹത്തിന് ഫിയർ ഓഫ് എഗ്സ് ഉണ്ടായിരുന്നു, ഓവോഫോബിയ, മുട്ടയെ പേടിയായിരുന്നു. അപ്പോൾ ജിതിൻ, ഡയറക്ടർ ഓഫ് കളംകാവൽ, എന്താണ് വാട്ട് ഈസ് യുവർ ഫിയർ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഷെയറിംഗ് വിത്ത് us? ഓക്കെ, എനിക്ക് പേഴ്സണലി ഉള്ള ഒരു ഇഷ്യൂ ഉണ്ട്. ഇച്ചിരി ഭീകരമായ രീതിയിൽ സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട്. അപ്പോൾ അത് ഒരു ഡയറക്ടർ ആകാനായിട്ട് ഉള്ള ഒരു ആഗ്രഹത്തിന് അത് പല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് ഇത് ചെയ്യുക എന്നുള്ളതിന് കുറച്ച് ട്രിക്കിയാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിപ്പം പോസിബിൾ ആകുമോ അല്ലയോ എന്നുള്ളൊരു ആ രീതിക്ക് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ സംഭവം ഐ കുഡ് മാനേജ് ഇറ്റ് സംഭവം ഐ ലേൺ ടു ടാക്കിൾ ഇറ്റ്. അത് പല ആൾക്കാരോടും അതിനെപ്പറ്റി സംസാരിച്ച് അതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് അത് ഭയങ്കര സബ്ജക്റ്റീവായിട്ടുള്ള കാര്യമാണ്. അത് ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കും അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ഇല്ലാത്തവർക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് പോലും ഇല്ല. പിന്നെ ഉള്ളവർക്കും പലതരത്തിലായിരിക്കാം. അപ്പോൾ അതിന്
അതിന് എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നുള്ളതും പല രീതിയിലാണ്. അപ്പം ഞാൻ എൻ്റെത് മാത്രം പറഞ്ഞാൽ അത് കറക്റ്റായിട്ടത് ജഡ്ജ് ചെയ്യപ്പെടുമെന്ന് എനിക്ക് സംശയമുണ്ട്. അത്രയും സബ്ജക്റ്റീവായിട്ടുള്ളൊരു സംഗതിയാണ്. ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ, അത്ര പറയാൻ പറ്റുന്നു. സീരിയൽ കില്ലർ മൂവീസിൽ ഒരു മിനിമം എമൗണ്ട് ഓഫ് വയലൻസ് അത് ഉണ്ടാവുമല്ലോ. അപ്പം എങ്ങനെയാണ് ലൈക്ക് വാട്ട് യു തിങ്ക് ഒരു മലയാളി പ്രേക്ഷകന് എത്രത്തോളം ഗോർ ആൻഡ് വയലൻസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ജിത്തിന് തോന്നുന്നത്? അത് ഇപ്പം നമുക്ക് അടുത്ത കാലത്ത് ഇറങ്ങിയ മാർക്കോ പോലുള്ള സിനിമകളും അതേപോലെ ബോളിവുഡിൽ നിന്ന് കിൽ പോലുള്ള സിനിമകളൊക്കെ അതിനെ ഒരു തരത്തിൽ അതിൻ്റെ ഉത്തരം കൺവേ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ഒക്കെ നല്ല രീതിയിൽ സക്സസ് ആയ സിനിമകളാണ്. പിന്നെ അതിലൊക്കെ എനിക്ക് തോന്നിയത് നമ്മൾ വയലൻസിന് വേണ്ടി ഫോർ ദ സേക്ക് ഓഫ് വയലൻസിനപ്പുറം സിനിമ എന്ന് പറയുന്ന സങ്കല്പത്തിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള വയലൻസാണ് അതിനകത്ത് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. ആ വയലൻസ് ആഡ് ചെയ്തത് കൊണ്ട് സിനിമാറ്റിക് എക്സ്പീരിയൻസിന് എൻഹാൻസ്ഡ് ആകുന്നുണ്ടെന്ന് തോന്നുന്നു. ചില സംഗതികൾ കാണിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഇമോഷൻസ്, ആ ഇമോഷൻസിൻ്റെ പരിണതഫലമായിട്ട് നമുക്കുണ്ടാകുന്ന ചില ചേതനകൾ, ഒരു സംഗതി കാണുമ്പോൾ അതിന് ഒരു പ്രതിക്രിയ ഉണ്ടാകണമെന്നുള്ളൊരു തോന്നലായിരിക്കുമല്ലോ പലപ്പോഴും നമുക്കൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട്. ഇങ്ങനെ ഈ രീതിയിൽ അതിനകത്ത് സെർവ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അൾട്ടിമേറ്റ്ലി അതിനൊക്കെ അപ്പുറത്ത്, വയലൻസിനൊക്കെ അപ്പുറത്ത് ആ സിനിമകളിലൊക്കെ എക്സ്ട്രീംലി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഫൈറ്റ് കൊറിയോഗ്രാഫി പോലുള്ള സംഗതികളുണ്ടായിരുന്നു മാർക്കോയിലൊക്കെ. അപ്പോൾ നമ്മുടെ സിനിമയിൽ വേറെ നമ്മുടെ രാജ്യത്തെ ഏത് ഇൻഡസ്ട്രിയിൽ വരുന്ന സിനിമകളോടും താരതമ്യം ചെയ്യാനോ ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു നിലവാരം അതിനുണ്ടായിരുന്നു. അതിൻ്റെ ഞാൻ ആ ഫൈറ്റ് കൊറിയോഗ്രാഫി, അതിൻ്റെ വിഷ്വൽ പരിപാടി, അതിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എലമെൻസും കൂടെ എല്ലാം വന്ന് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നിടത്ത്, പിന്നെ പേഴ്സണലി എനിക്കത് അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയല്ല. പക്ഷെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടാണെന്ന് അറിയാം, അതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ അത് സിനിമ അതാണ് എന്ന് ബോധ്യത്തോടെ വന്ന് കാണുന്ന ഒരു വിഭാഗത്തിന് അതെന്തായാലും സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് തോന്നുന്നു. പിന്നെ ആദ്യത്തെ പാട്ടിലോട്ട് വന്നാൽ നമ്മളിപ്പോൾ സീരിയൽ കില്ലിംഗ് ആണോ അല്ലയോ എന്ന് പോലും നമ്മൾ ഇത് ചെയ്തിട്ടില്ല. ആണെങ്കിൽ പോലും സീരിയൽ കില്ലിംഗ് എന്ന് പറയുന്ന സംഗതിയിൽ ഒരു ഒരു മേജർ പോർഷനിലാണ് ഭയങ്കരമായ വയലൻസ് വരുന്നത്. അതല്ലാത്ത അല്ലാത്ത രീതിയിൽ ഒരു വയലൻസും ഇല്ലാതെ ഈ മരണം സംഭവിക്കുന്ന മൊമെൻ്റ് വരെ പോലും യാതൊരു വിധത്തിലെ വേദനകളോ വയലൻസോ ഇല്ലാത്ത രീതിയിൽ സീരിയൽ കില്ലിങ്സ് നടന്നിട്ടുണ്ട്. അതങ്ങനെ ഉള്ള ഒരു വിഭാഗം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ ജനറലൈസ് ചെയ്യുന്നതിൽ പരിമിതികളുണ്ട് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കൂടുതൽ നമ്മുടെ സിനിമയെ കണക്ട് ചെയ്ത് പറയാനും ഇപ്പം പരിമിതിയുണ്ട്. ബട്ട് ഇങ്ങനെ ജനറലൈസേഷൻ്റെ പ്രശ്നത്തെ പറ്റി പറയുന്നു എന്നേ ഉള്ളൂ. ഹാനിബൽ ലെക്ടർ പ്ലേഡ് ബൈ ആന്റണി ഹോപ്കിൻസ് എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടറാണ്. ജിത്തിൻ്റെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? എൻ്റെയും വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ് അത്. പിന്നെ കാരണം പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ഇതാണ്. കാരണം വളരെ കുറച്ച് സ്ക്രീൻ ടൈമിൽ വന്നിട്ട് പെർഫോം ചെയ്ത് ഓസ്കാർ മേടിച്ച ഒരു ചരിത്രം അതിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു ഇതുണ്ട്. പിന്നെ മൈൻഹണ്ടർ സീരീസിലൊക്കെ വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം മൈൻഹണ്ടർ സീരീസിൽ കുറേ പേരെ പോർട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഇൻറ്റൻസും ഭയങ്കര റിയലൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സിനിമകളിലും പിന്നെ പല രമൺ റാവുവും സ്റ്റോൺ ബെഞ്ച് മർഡേഴ്സൊക്കെ ഇങ്ങനെ എക്സാമ്പിൾസ് ആയിട്ട് പെട്ടെന്ന് മനസ്സിൽ വരുന്നുണ്ട്. പിന്നെ സോഡിയാക്കിലും ഇതുപോലെ കാണിക്കുന്ന പരിപാടിയും ഭയങ്കരമായിട്ട്, അല്ലാതെ തന്നെ നമുക്ക് ക്യാരക്ടറിനെ അവർ തരുന്നുണ്ടായിരുന്നു. കാണിക്കാതെ തന്നെ ഒരു ക്യാരക്ടറിനെ അവർ അത്ര ഇൻറ്റൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു സ്ക്രീൻ പ്ലേയുടെയൊക്കെ ഒരു ബ്രില്യൻസ് ആണെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് പെട്ടെന്ന് വരുന്നത് മനസ്സിൽ. വേറെയും ഉണ്ടാവാം. അങ്ങനെയൊന്നുമില്ല. ഈ ഇതൊന്നും കണക്ട് ചെയ്തോ ഇതൊന്നും ഇൻസ്പയർഡ് ആയിട്ടോ ഒന്നുമല്ല നമ്മുടെ സിനിമ വരുന്നത്. ഇത് ടോട്ടലി ഡിഫറെൻ്റ് ഒരു സംഗതിയാണ്. വേറെ തന്നെ ഒരു പരിപാടിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ഫിക്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയെ ഫോളോ ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ. ഈ പറയുന്ന മുൻ സിനിമകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാനുള്ള ശ്രമം ഇതിനകത്ത് ബോധപൂർവ്വം ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ ഇൻഡയറക്റ്റ്ലി വന്നിട്ടുണ്ടായിരിക്കാം. കാരണം ഇതിനകത്ത് പറയുന്ന കഥാപാത്രവും ആ കഥാപാത്രത്തിൻ്റെ ഒരു പെരിഫറൽ ഓറയൊക്കെ സംതിങ് ന്യൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ ഈ പിന്നെ പെരിഫറലി കാണിക്കുന്ന പരിപാടികളെന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവ് ആവാൻ സാധ്യതയുള്ള, കാരണം ഇവരെപ്പോഴും ഇവരുടെ ഉള്ളിലുള്ള ഒരു ക്രിമിനൽ ഇൻറ്റൻഷൻസോ അല്ലെങ്കിൽ ആ ഒരു സ്വഭാവമോ പുറത്ത് കാണിക്കുന്നത് ഇവരുടെ നിലനിൽപ്പിനോ ഇവരുടെ മെയിൻ ഇൻറ്റൻഷനോ ഒക്കെ വിരുദ്ധമായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അവരെപ്പോഴും ഈ ഒരു ഓറ പുറത്ത് കാണിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും ഇവരുടെ കഥാപാത്രങ്ങളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കാണിക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഈ ഇപ്പോൾ പറഞ്ഞ പോലെ സ്പീക്കിംഗ് ഓഫ് ടോപ്പിക്സ് ഓഫ് ഇൻസ്പിറേഷൻ, സൈനൈഡ് മോഹനാണ് ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറി എന്ന് കേട്ടു. ബാക്കി ഇൻസ്പിറേഷണൽ സ്റ്റോറീസ് ഏതൊക്കെയാണ്? സൈനൈഡ് മോഹനാണ് എന്നുള്ളത് പോലും നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഒന്നിൽ കൂടുതൽ ഇൻസ്പിറേഷൻസ് ഉണ്ട്. അത് ഏതാണെന്ന് ഇപ്പോൾ പറയുന്നതിന് പരിമിതികളുണ്ട്. കാരണം അത് ഒരു കൈൻഡ് ഓഫ് മുൻവിധി ഉണ്ടാക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ അതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. എല്ലാം ഓർമ്മ വരണമെന്നില്ല. കാരണം ചിലതൊക്കെ നമുക്ക് പേഴ്സണലി നമുക്ക്
വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാം. നമ്മുടെ ഡെയിലി ലൈഫിലോ അല്ലെങ്കിൽ നമ്മൾ മാത്രം പെക്യുലറായിട്ട് നമ്മുടെ പരിചയമുള്ള ആൾക്കാരോ പോലീസുകാരോ ഒക്കെ പറഞ്ഞിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള എലിമെൻറ്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ചിലത് ആൾക്കാർക്ക് ഓർമ്മ വരാം. അത് പറയാനുള്ള പരിമിതി മുൻവിധി ഉണ്ടാകാതെ ഇരിക്കണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. ഇതിൽ 21 ലവ്ലി ലേഡീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു? വാട്ട് ഈസ് ദ ക്രൈറ്റീരിയ ഫോർ കാസ്റ്റിംഗ് ദം? ക്രൈറ്റീരിയ വാസ് ലൈക്ക് പിന്നെ 21 എന്നുള്ള എക്സാക്ട് ഫിഗർ അല്ല, അത് ഒരു എവിടുന്ന് വന്ന ഒരു സാധനമാണ്. ഓക്കെ. നമ്മുടെ ഒഫീഷ്യൽ ഇതിൽ നിന്ന് തന്നെ അതിനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്ന പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ വന്നിട്ടുണ്ട്. ബട്ട് അത് എക്സാക്ട് ഫിഗർ അല്ല. കാസ്റ്റിംഗ് നമ്മൾ കൃത്യമായിട്ട് കുറേ കഥാപാത്രങ്ങളെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നെ പ്രത്യേകിച്ച് ഇത് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശത്ത് നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ അവിടെ തന്നെ പല ടൈപ്പ് ഓഫ് പിന്നെ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന കഥാപാത്രങ്ങൾ ആവശ്യമായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് വേറെ യാതൊരു വിധത്തിലുള്ള സ്റ്റാർഡത്തിൻ്റെയും മറ്റു കാര്യങ്ങളുടെ പുറകിൽ പോകാതെ അല്ലാതെ നമുക്ക് ജെനുവിൻലി നല്ലതാണെന്ന് തോന്നുന്ന കഥാപാത്രങ്ങളെ തപ്പിപ്പിടിച്ചാണ് കാസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2 ഭാഷയിൽ നിന്നും ആൾക്കാരെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരുന്നു. ബട്ട് വലിയ പ്രശ്നമില്ലാതെ അത് ചെയ്യാൻ പറ്റി എന്നാണ് ഇപ്പോഴും ഒരു കണ്ടു കഴിഞ്ഞപ്പോഴും അവരുടെ പെർഫോമൻസും ഒക്കെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിൽ തന്നെ ആയിരുന്നു. ട്രെയിലർ എഴുതി കാണിച്ച ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്, ദ നേച്ചർ ഓഫ് മാൻ ഇസ് ഈവിൽ, സോ വാട്ട് ഇസ് ഗുഡ് ഇൻ ഹിം ഇസ് ആർട്ടിഫിഷ്യൽ. അപ്പം ഡു യു തിങ്ക് ദർസ് എ സീരിയൽ കില്ലർ ഇൻ ഈച്ച് ഓഫ് us? Is there a beast in me and you? I don't think so. There will be some ഒരു ബാഡ് സോൾസിൻ്റെ എലമെൻറ്റ്സ് എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം. ബട്ട് എല്ലാവരും അങ്ങനെയാണ് ജനറലൈസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബട്ട് ഈ പറഞ്ഞ പോലെ നോട്ട് ഗുഡ് സോൾ എന്ന് പറയാൻ പറ്റുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് എടുത്താൽ അതിൽ തന്നെ ഒരു 90% അതിൽ കൂടുതലോ അവരെപ്പോഴും പ്രിട്ടൻഷ്യസ് ആയിട്ടുള്ള ഒരു ഓറ എപ്പോഴും ക്യാരി ചെയ്യുന്നവരായിരിക്കും എന്ന് തോന്നുന്നു. കാരണം എപ്പോഴും അവരുടെ ഉള്ളിലുള്ള ഒരു യഥാർത്ഥ നെഗറ്റിവിറ്റി പുറത്ത് ഷോ കേസ് ചെയ്ത് നടത്താൻ പറ്റുന്ന ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സെനാരിയോയിലല്ല നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഒരു നിയമവ്യവസ്ഥയും അതുപോലെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഒരു സിനാരിയോ അങ്ങനെ തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെപ്പോഴും ഹൈഡ് ചെയ്തിട്ട് എപ്പോഴും ഒരു മുഖം മൂടി ഇട്ട് തന്നെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷെ അത് എല്ലാവരും എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് ഒരു കൈൻഡ് ഓഫ് ആൾക്കാരെന്ന് വേണമെങ്കിൽ പറയാം, ഒരു സെക്ഷൻ ഓഫ് പീപ്പിൾ എന്ന് പറയാൻ പറ്റും എന്ന് തോന്നുന്നു. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ അവർക്ക് മാത്രം അറിയാവുന്നതോ ഒക്കെ ആയിട്ടുള്ള ചില പിന്നെ പൊതുബോധത്തിൽ നെഗറ്റീവ് എന്ന് തോന്നിക്കുന്നത് ഒക്കെ ആയിട്ടുള്ള റിയാലിറ്റീസ് ഉണ്ടായിരിക്കും. അതൊരു ഫാക്റ്റാണ്. അത് നമ്മുടെ പാർട്ട് ഓഫ് സൈക്കിൾ തോന്നുന്നു. അത് ഒരു റിയാലിറ്റിയാണ്. എനിക്കറിയാവുന്ന ഞാനുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ ലോകം അറിയുന്നവർ ഞാനുണ്ട്, എനിക്ക് ക്ലോസ് സർക്കിളുള്ളവരും. അത് എല്ലാവരും പല സന്ദർഭങ്ങളിലും പല മുഖംമൂടികൾ ഇടുന്നുണ്ട്. നല്ല രീതിയിൽ അത് അവതരിപ്പിച്ചു. സോ ഗ്രൂമിങ്, ഒരു ബേസിക് എമൗണ്ട് ഓഫ് ഗ്രൂമിങ് എല്ലാ ആക്ടറിനും ആക്ട്രസിനും വേണം ഓൺ ദ സെറ്റ്. അപ്പം മമ്മൂക്കിനെ പോലെ ഒരാളെ ഹൗ ഡു യു ഗ്രൂം സംബഡി ഹു സോ മച്ച് ഓഫ് എക്സ്പീരിയൻസ്? ഒന്ന് അത് തിരക്കഥയുടെ പിന്നെ ഡിസ്കഷൻ മുതൽ പലതവണയായിട്ട് ഒരുപാട് തവണ അദ്ദേഹത്തോട് ഇതിനെപ്പറ്റി പല പല സംസാരങ്ങളും ഡിസ്കഷൻ നടക്കുമ്പോഴൊക്കെ കഥാപാത്രത്തെക്കുറിച്ച് കൃത്യമായ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല ഓരോ സീൻ എടുക്കുന്നതിന് മുമ്പും ഇതെന്താണ് ഇത് പരിപാടി, കുറച്ച് ഈ പറഞ്ഞ പോലെ നോൺ ലീനിയർ പരിപാടികളുണ്ട്, ഇതെങ്ങനെയാണ് ഇത് കണക്റ്റ് ആവുന്നത്, ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒറിജിനൽ ഇമോഷൻ എന്താണ്, പുറത്ത് ഇപ്പം ഈ സീനിൽ അദ്ദേഹം ഇടപെടാൻ പോകുന്ന കഥാപാത്രങ്ങളോട് അയാൾ പ്രിട്ടൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതിനപ്പുറത്ത് പിന്നെ ഇത് വളരെ ഈസി പരിപാടിയുമായിരുന്നു. വളരെ അധികം ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് തോന്നി എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള മൊമെൻറ്റ്സുമാണത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം തരുന്ന ഇൻപുട്സും അദ്ദേഹം കഥാപാത്രമായിട്ട് തരുന്ന ഔട്ട്പുട്ട്സും ആ രീതിയിലുള്ളതായിരുന്നു. കാരണം നമ്മൾ എന്തൊക്കെ ഇൻപുട്സ് അദ്ദേഹത്തിന് കൊടുത്താലും പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന വിഷ്വൽ പാറ്റേണിലോട്ട് വന്ന് അദ്ദേഹം പെർഫോം ചെയ്യുമ്പോൾ നമ്മളെന്ത് ഇമോഷനാണ് ഇമോട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുന്നത്, അതിൽ നമ്മളെ ഒന്ന് എക്സൈറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു അഡീഷണൽ സാധനം അദ്ദേഹം തന്നുകൊണ്ടേയിരിക്കും. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എനിക്കൊന്ന് മാനസികമായിട്ടും ആ ഒരു ചിന്ത ത്രൂടെ ക്യാരി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതിലൊരു എക്സൈറ്റ്മെൻറ്റ് കണ്ടെത്തുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനൊക്കെ അപ്പുറത്ത് ആ ഒരു പ്രോസസ്സിൽ അത് പിന്നെ അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള ഒരു കഴിവുള്ള ആളും കൂടെയാണ്. ഇപ്പം എല്ലാവരും നമ്മൾക്കും ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ചിലപ്പം ഐഡിയാസ് വരും, പക്ഷേ നമ്മളാരും അങ്ങനെ നടന്മാരല്ലല്ലോ. അപ്പോൾ ആ ഒരു കേപ്പബിലിറ്റിയും കൂടെ ഈ ഒരു പുതിയ സാധനങ്ങൾ ചെയ്യാനുള്ള ത്വരയും അത് കാണിക്കാനുള്ള കേപ്പബിലിറ്റി രണ്ടും ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു. അതിങ്ങനെ ഒരിക്കലും ബുദ്ധിമുട്ടുള്ള പരിപാടിയായിട്ട് ഒരിക്കലും
തോന്നിയിട്ടില്ല. ജിത്തിൻ അങ്ങനത്തെ ഒരു ഡയറക്ടറാണോ ഒരു സീൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഓക്കെ യു വാണ്ട് ഇറ്റ് എക്സാക്ട്ലി ദാറ്റ് വേ അല്ലെ ഐ യു ഓപ്പൺ ടു ഇംപ്രവൈസേഷൻ? ഓപ്പൺ ടു ഇംപ്രവൈസേഷൻ ഓൾവേസ്. അത് നമുക്ക് മനസ്സിലൊരു സിനിമാറ്റിക് ഇതുണ്ട്, അതിനെ ഷേക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നില്ല എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ലൈവ് ആകും എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ശരിയെന്നോ തെറ്റെന്നോ പറയാൻ പറ്റില്ല. ബട്ട് ഞാൻ കുറച്ചും കൂടെ ഗീവ് ആൻഡ് ടേക്ക് പരിപാടി ഇഷ്ടപ്പെടുന്ന ആളാണ്. എവിടെയോ വായിച്ചു വിനായകനെ കെട്ടി നിർത്തിയിട്ടാണ് അഭിനയിപ്പിച്ചതെന്ന്. വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ്? അത് അദ്ദേഹം തന്നെ വെറുതെ ഇങ്ങനെ പറഞ്ഞതാണ്. ബേസിക്കലി അദ്ദേഹത്തിൻ്റെ കഥാപാത്രം മുന്നേ ചെയ്തിരുന്ന കഥാപാത്രങ്ങളിലെ ഒരു കോമൺ ട്രൈറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ് പിടിക്കാൻ ശ്രമിച്ചത്. അത് അതിനുവേണ്ടി ചെയ്തതല്ല, ഈ കഥാപാത്രം ഡിസൈൻ ചെയ്തിരുന്നത് അങ്ങനെയാണ് എന്നേ ഉള്ളൂ. അപ്പോൾ അത് അദ്ദേഹം ചെയ്താൽ അദ്ദേഹം സ്ഥിരമായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നമുക്ക് പിന്നെ പുതിയ അനുഭവങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ്. അപ്പം അദ്ദേഹം ഇതുപോലെ ഒരു പരിപാടി ചെയ്യുമ്പോൾ അതിനകത്തും ഒബ്വിയസ്ലി ഒരു പുതുമ ഉണ്ടാകുമെന്നൊരു തോന്നലാണ്. അപ്പം നമ്മുടെ തന്നെ ചർച്ചകളിൽ അതിൻ്റെ ബോഡി ലാംഗ്വേജിലാണെങ്കിലും ചലനങ്ങളിലും മറ്റു കാര്യങ്ങളിലും സംസാര രീതിയിലുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു കൺട്രോൾ വേണമെന്ന് നമ്മൾ രണ്ടുപേരും തന്നെ സംസാരിച്ച് തീരുമാനിച്ചിരുന്ന കാര്യമാണ്. അപ്പം അത് എപ്പോഴെങ്കിലുമൊക്കെ ചെറുതായിട്ട് മാറിപ്പോകുന്നു എന്നൊക്കെ തോന്നുമ്പോൾ ഞാനത് കിട്ടിയിടത്തൊന്നുമില്ല, ചേട്ടാ അത് എന്ന് പറയാം, അത്രേ ഉള്ളൂ. അതിനകത്തേക്ക് ചുമ്മാ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഈ മൂവിയിലെ പോസ്റ്റേഴ്സ് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ പിന്നിൽ? അതുപോലെ ബ്രാൻഡഡ് മെർച്ചൻഡൈസസ് കണ്ടു. അപ്പം എന്താണ് വാട്ട് ഇസ് ദ? അത് പ്രൊഡക്ഷൻ്റെ ഒരു കൊളാബറേറ്റീവ് ഡിസിഷൻസ് ആണ്. അത് പിന്നെ പോസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ലുക്കും പോലെ എൻ്റെ ടൈറ്റിൽ ഡിസൈൻ പരിപാടിയൊക്കെ ചെയ്ത ആഷിഫ് എന്ന് പറഞ്ഞ ആളാണ്. അവൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ സിനിമയുടെ ജോണറും അതിലെ കഥാപാത്രത്തിൻ്റെ പരിപാടി അങ്ങനെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അത് കൃത്യമായി ഉൾക്കൊണ്ട് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഔട്ട്പുട്ട്സ് അവിടെ നിന്ന് കിട്ടി. പിന്നെ പോസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് ആൻ്റണിയും സ്റ്റീഫനും ഉണ്ടായിരുന്നു. അപ്പം പുള്ളിയും ഇതുപോലെ തന്നെ കൃത്യമായിട്ട് ഫുൾ ഡീറ്റെയിലിംഗ് പരിപാടി കൊടുത്തിട്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കൃത്യമായി ഒരു ക്രിയേറ്റീവായിട്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ട്സ് തരുന്നുണ്ടായിരുന്നു. അത് അവരുടെ ഒരു ഇതാണ്. നമ്മൾ പറ്റുന്ന പോലെ ഇൻപുട്സും കാര്യങ്ങളും കൊടുത്തു. പിന്നെ നമ്മുടെ ഒബ്വിയസ്ലി സിനിമയ്ക്കകത്ത് പിന്നെ സംഭവിക്കുന്ന സംഗതികളുടെ സ്റ്റിൽസ് ആയിരിക്കുമല്ലോ കൂടുതലും വരുന്നത്. അപ്പം അതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര പൂരകങ്ങളായ സംഗതികളാണെന്ന് തോന്നുന്നു. അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട സംഗതി എന്തായാലും. ജിത്തിന് ഹോളിവുഡ് ടൈപ്പ് ഒരു സീരിയൽ കില്ലിങ്ങോ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മർഡർ മിസ്റ്ററീസോ കേരളത്തിൽ വർക്ക്ഔട്ട് ആവും തോന്നുന്നുണ്ടോ? ഹൈപ്പോത്തറ്റിക്കലി ലൈക്ക് ഡു യു തിങ്ക് ആസ് എ ഡയറക്ടർ ഇറ്റ് വിൽ വർക്ക്? അല്ല, അതിനകത്ത് ഒരു കൾച്ചറൽ ബാരിയർ ഉണ്ട് എപ്പോഴും. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ സീരിയൽ കില്ലേഴ്സ് ഇപ്പം ഈ സിനിമയായിട്ട് കണക്ട് ചെയ്ത് പറയുന്നതല്ല. ഇപ്പോൾ സീരിയൽ കില്ലേഴ്സിൻ്റെ കാര്യം എടുത്താൽ തന്നെ നമ്പർ ഓഫ് സീരിയൽ കില്ലേഴ്സ് അവിടെ വളരെ കൂടുതലാണ്. മീൻസ് ഹോളിവുഡ് ഇസ് എക്സാക്ട്ലി പിന്നെ ഇറ്റ് കംസ് ഫ്രം ദ നോർത്തേൺ അമേരിക്കൻ കൾച്ചർ, നോർത്ത് അമേരിക്കൻ പരിപാടിയാണ്. അപ്പോൾ അതൊരു ഒരു നമ്മുടെ മനസ്സിൽ ഒരു ലോക സിനിമ എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ നമ്മൾ പെട്ടെന്ന് ഹോളിവുഡിലോട്ടാണ് പോകുന്നത് എല്ലാവരും. അപ്പോൾ അത് ഒരു രാജ്യത്തെ ഒരു കൾച്ചറൽ പ്രോഡക്റ്റാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ് അങ്ങനെ കുറേ സൈക്കോളജിക്കലായിട്ടുള്ള ചില സംഗതികൾ ഒരു 90% കൂടുതലും അമേരിക്കയെ മാത്രമേ കാണത്തുള്ളൂ എന്ന് പറയാം. അപ്പോൾ അവരുടെ കൾച്ചറിൻ്റേതായിട്ടുള്ള പ്രോഡക്റ്റുകളായിട്ടുള്ള ചില മാനസിക രോഗങ്ങളും മാനസിക അവസ്ഥകളും ഒക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ ഏതോ രീതിയിൽ കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു. കാണുന്നതാണോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണോ? അല്ല, ഞാൻ ചില ഡോക്ടേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അത് അങ്ങനെ ഒരു റിയാലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആധികാരികതയെക്കുറിച്ച് എനിക്കറിയില്ല. ചുമ്മാ നമ്മൾ കാഷ്വലി സംസാരിച്ചപ്പോൾ ചിലർ അതൊരു റിയാലിറ്റി ആണ്, മീൻസ് അതുപോലെ തിരിച്ച് വേറെ സംഗതികൾ ഇവിടെ ഉണ്ടാകാം. അതുപോലെ നമ്മളിപ്പോൾ സിനിമ എന്നുള്ള രീതി ഹോളിവുഡ് സിനിമേഴ്സിനെ എടുത്ത് പറയുമ്പോൾ അവരുടെ കൾച്ചറിൻ്റെതായ പാർട്ടായിട്ടുള്ള കുറേ സംഗതികൾ കൂടുതൽ വരും. അതെല്ലായിടത്തും സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എലമെൻസിലും അത് കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ സീരിയൽ കില്ലേഴ്സിൻ്റെ കമ്പാരിറ്റീവ്ലി അത്ര ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ പറയുന്ന പോലെ ആ കൾച്ചറിൻ്റെതായ പ്രോഡക്റ്റുകളാണ് അവിടുത്തെ കുറ്റകൃത്യങ്ങൾ പോലും. ഇവിടുത്തേതിൻ്റെതായ സ്വഭാവങ്ങളുണ്ട്. കഥാപാത്രങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും ഉണ്ട്. എന്നാൽ പോലും നരേറ്റീവ് സ്ട്രക്ചറിൻ്റെ കാര്യത്തിലോ അങ്ങനെ സിനിമാറ്റിക്കലി മറ്റു സംഗതികളിലൊക്കെ നമുക്ക് ചില സംഗതികൾ അവിടെ നിന്ന് എന്തായാലും ഇൻസ്പിറേഷൻസ് വരും എന്ന് തോന്നുന്നു. അപ്പോൾ ഹൗ ഡു യു ലോക്കലൈസ് ഒരു സീരിയൽ കില്ലർ ഇവിടെ? ഇപ്പം നമ്മൾ കാണുന്നത് കൂടുതലും അവിടുത്തെ ആയിരിക്കും. ഇവിടുത്തെ ഒരു അങ്ങനെ കോൺഷ്യസ്ലി ബോദർ ചെയ്തിട്ടില്ല അത്. കാരണം നമ്മുടെ ബേസിക് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ നടന്നിട്ടുള്ള സ്റ്റോറീസാണ്. അപ്പം അതിൽ ഓൾറെഡി ലോക്കൽ ഫ്ലേവർ ഉണ്ട്. അപ്പം നമ്മുടെ നരേറ്റീവ് സ്ട്രക്ചറിലും ബാക്കി കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി ആ കഥാപാത്രങ്ങൾ ഡീൽ ചെയ്യുന്ന മറ്റു കഥാപാത്രങ്ങളും അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളും ഒക്കെ
ഈ നാട്ടിൽ നടന്നിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള സംഗതികളാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു 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 കൈൻഡ് ഓഫ് ലോക്കൽ ഫ്ലേവർ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ ഇൻ റിയൽ സിനാരിയോ. അപ്പോൾ അതിനെ നമുക്ക് ഇൻസ്പിറേഷൻസ് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വന്നില്ല. താങ്കൾ കമ്പോസ് ചെയ്ത മ്യൂസിക് അതൊരു സ്പെഷ്യൽ ബീറ്റ് ആണ് എന്നൊക്കെ കേട്ടു. അപ്പോൾ അതിനെക്കുറിച്ച് ഡു യു മൈൻഡ് ഡൂയിങ് ഇറ്റ് ഫോർ us or do you mind singing it for us or ഞാനല്ല പാടി. maybe something about it? അത് പിന്നെ എനിക്ക് മ്യൂസിക് ചെയ്യണമെന്ന് പണ്ട് തൊട്ട് ഒരു 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 ആഗ്രഹം പാഷനൊക്കെ ഉള്ള ആളാണ്. അപ്പം പിന്നെ ഇത് പടം ഇത് ഇങ്ങനെ പിച്ച് ചെയ്ത് കുറച്ചൊരു ഗ്യാപ്പ് കിട്ടിയായിരുന്നു. അപ്പം നമ്മൾ വെറുതെ ഇരിക്കുമ്പം ചുമ്മാ ഒറിജിനൽ മ്യൂസിക് ചുമ്മാ ക്രിയേറ്റ് ചെയ്ത് നോക്കിയതാണ്. പിന്നെ അപ്പം ലിറിക്സ് എഴുതണമെന്ന് പ്ലാൻ ഇല്ലായിരുന്നു. അത് അപ്പം നമ്മൾ വെറുതെ ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു സംഗതിയല്ല. അപ്പം ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് വേറെ ആളത്ത് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ചുമ്മാ ഡമ്മി എഴുതി നോക്കിയതാണ്. എന്നിട്ട് പിന്നെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ മുജീബുണ്ട്. മുജീബ് ഒരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നു. പിന്നെ കൂടുതൽ പ്രോഗ്രാമേഴ്സ് ഉണ്ടായിരുന്നു. അവർ നല്ല രീതിയിൽ പ്രോഗ്രാമിങ്ങും പരിപാടികളൊക്കെ ചെയ്യാനായിട്ടുള്ള അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അത് ട്രൈ ഔട്ട് ചെയ്ത് പിന്നെ കുറച്ച് വർക്ക് ചെയ്തു, കുറച്ച് റീവർക്ക് ചെയ്ത് അത് ഒരു കുഴപ്പമില്ലെന്ന് തോന്നി കഴിഞ്ഞിട്ടാണത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. പിന്നെ അത് പാടിയതും അഡ്നിയ എന്ന് പറയുമ്പോൾ മമ്മൂക്കയുടെ മകളുടെ മകനാണ്. അവരും റോഷാക്കിലൊക്കെ ഒരു സോങ് പാടി ഒരു ഹിസ്റ്ററി ഉണ്ട്. അപ്പം എല്ലാം കൂടെ ചേർന്ന് വന്നപ്പം കുഴപ്പമില്ലാതൊരു അങ്ങനെ സംഭവിച്ചു. ഈ സിനിമയ്ക്ക് വേണ്ടി നടത്തിയ റിസർച്ച്, അതിൻ്റെ യാത്രകൾ, ആ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഇതിനു വേണ്ടി അങ്ങനെ പിന്നെ റിസർച്ചിന് വേണ്ടി ഒരുപാട് യാത്രകൾ അങ്ങനെ നടത്തിയിട്ടില്ല. മീൻസ് പിന്നെ നമ്മൾ പിന്നെ എടുത്തിട്ടുള്ള സംഭവങ്ങൾ കൂടുതലും നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള വാർത്തകളോ അല്ലെങ്കിൽ പിന്നെ വീഡിയോ സ്റ്റോറീസ് ഒക്കെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ടുള്ളൂ. പിന്നെ കോറേറ്റർ ജിഷ്ണു ഉണ്ട്, അവനാണ് ആദ്യം ഇങ്ങനെ ഒരു ഇൻസിഡന്റിനെ പറ്റി ആദ്യം ഇത് തരുന്നത്. പക്ഷെ അന്ന് അങ്ങനെ എനിക്ക് അത് സംഭവം രസമാണ്. പക്ഷേ ഒരുപാട് പേർക്ക് അറിയാവുന്ന സംഗതി നമ്മൾ സിനിമയാക്കുമ്പോൾ വേറൊരു ആംഗിളും കൂടെ വേണമല്ലോ എന്നുള്ള ഒരു ഇതിലൊന്ന് സ്റ്റക്കായിരുന്നു. പിന്നെ നമ്മൾ വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ പോയി സംസാരിക്കുമ്പോഴാണ് അവൻ അതിനകത്ത് വേറൊരു ഇൻസിഡൻറ്റ് ബേസ് ചെയ്ത് വേറൊരു ആംഗിളിനെ പറ്റിയൊക്കെ പറഞ്ഞത്. അപ്പോഴും അത് കേട്ടപ്പോഴും അത്ര ഇതായിട്ട് തോന്നിയില്ല. പക്ഷെ തിരിച്ചുള്ള യാത്രയിലാണ് എനിക്ക് തോന്നുന്നു ആ ആംഗിളിൽ കൂടെ ചിന്തിച്ചപ്പോൾ ഉള്ള ഒരു 1-2 പോസിബിലിറ്റീസ് തുറന്നു വന്നത്. അങ്ങനെയാണ് ഇത് സിനിമയാക്കാനായിട്ട് ഒരു തീരുമാനമെടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരാളെ പോയി ചുമ്മാ യാദൃശ്യമായിട്ട് പോയി കണ്ടതും വേറെന്തോ ഒരു ഇതിൽ പോയി കണ്ടതാണ്. അങ്ങനെ കണ്ട് അങ്ങനെ ഒരു ഇൻപുട്ട് കിട്ടിയോണ്ടാണ് ഈ സിനിമ ഉണ്ടായത്, അല്ലെങ്കിൽ സിനിമ ഉണ്ടാവില്ലായിരുന്നു. ഇങ്ങനെ കുറെ കോയിൻസിഡൻസുകൾ എൻ്റെ പുറകിലുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഈ ഓൺലൈനിൽ നിന്നൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതും പിന്നെ നമുക്ക് ലോക്കലി നമുക്കറിയാവുന്ന ചില സംഗതികൾ, ചില വ്യക്തികൾ ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള എലമെന്റ്സ് എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇത് നടത്തിയിട്ടില്ല. പിന്നെ കുറിപ്പിൽ എഴുതിയ സമയത്ത് അതിനുവേണ്ടി കുറേ യാത്രകൾ നടത്തുകയും അതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസേഴ്സിനെയും അതിന് പുറകിൽ റിസർച്ച് നടത്തിയ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണുകയും അങ്ങനെ കുറേ യാത്രകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിലങ്ങനെ ഒന്നും നടന്നിട്ടില്ല ശരിക്കും. ഇത് ജിത്തിൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആണല്ലോ. അപ്പം കെൻ യു പിക്ക് ഔട്ട് എ മെമ്മറി ഈ എൻറ്റയർ ജേർണിയിൽ? ഒരുപാട് മെമ്മറീസ് ഉണ്ട്. പിന്നെ ഏറ്റവും ചെറിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു മെമ്മറി എനിക്ക് തോന്നുന്നു ഒന്നിൽ കൂടുതലുണ്ട്. എന്നാലും ഒരു ചില സീൻസിൽ മമ്മൂക്ക പെർഫോം ചെയ്യുന്ന ചില സാധനം, അതായത് നമ്മളെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു മൊമെൻറ്റിൽ, പിന്നെ കൂടുതൽ പറയുന്നതിൽ പരിമിതിയുണ്ട്. അപ്പം ഒരു പ്രോപ്പർട്ടി വെറുതെ കയ്യിലിരുന്ന ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് അദ്ദേഹം ഒരു ചെറിയൊരു ഇംപ്രോവൈസേഷൻ നടത്തി. അത് ഭയങ്കരമായിട്ട് നമുക്ക് ഗൂസ് ബംസ് ഒക്കെ തന്ന ഒരു മൊമെന്റ് ആയിരുന്നു. അപ്പോൾ അത് ഫിലിം മേക്കിങ്ങിലെ കാര്യമാണ്. ഔട്ടിൽ അത് എങ്ങനെയാണോ ഇല്ലയോ എന്നുള്ളത് വേറൊരു സംഗതിയാണ്. ബട്ട് അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റും ഒരു തരിപ്പും ഒക്കെ തന്ന ഒരു മൊമെന്റ് ആയിരുന്നു. With this kind of improvisations. Oh, very nice. ജിതിൻ, ഇത്രയും തിരക്കിനിടയിലും താങ്ക് യു സോ മച്ച് ഫോർ ഗിവിങ് ടൈം ഫോർ അസ്. സിനിമയ്ക്ക് എല്ലാ ആശംസകളും, അടിപൊളി ഹിറ്റാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.